السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين، وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم. ارحم من في الأرض يرحمك من في السماء. صدق الرسول الكريم المصطفى صلى الله عليه وآله وأصحابه وسلم. اللهم صل على محمد، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അനുഗ്രഹീതമായ സദസ്സിൽ പരിശുദ്ധ റസൂലിൻ്റെ ഓർമ്മകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകളുടെ ഉൾപ്പുളകം പേറി വരുന്നൊരു സുന്ദര സന്ദർഭം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ലോകത്ത് അരാജകത്വത്തിൻ്റെ മധ്യേ, അക്രമങ്ങളുടെ മധ്യേ, ഹിംസാത്മക പ്രവണതകൾ വർദ്ധിക്കുമ്പോൾ, ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ, സ്നേഹശൂന്യത ലോകത്തിൻ്റെ സദാ നടപടിക്രമമായിട്ട് മാറുമ്പോൾ, പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട് കുടുംബാംഗങ്ങളിൽ പോലും ഛിദ്രതയും ശൈഥില്യവും വർദ്ധിച്ച് അക്രമത്തിലേക്ക് മനുഷ്യൻ കുതിക്കുമ്പോൾ, കരുണ നഷ്ടപ്പെട്ട് സ്നേഹശൂന്യതയിലേക്ക് സമൂഹം വഴുതി വീഴുമ്പോൾ, നാം പ്രാർത്ഥനാ മനസ്സുമായിട്ട് സംഗമിച്ചിരിക്കുകയാണ്. ഇത് പാപമോചനത്തിൻ്റെ സദസ്സ്, ഇത് സൗമ്യതയുടെ സദസ്സ്, ഇത് പ്രശാന്തിയുടെ സദസ്സ്, ഇത് സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സദസ്സ്, ഇത് ആത്മപരിശോധനയുടെ സദസ്സ്, ഇത് പുണ്യ റസൂലിൻ്റെ സദസ്സ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മക്കളാൽ മാതാപിതാക്കൾ കൊല ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, പിതാവിനെ കൊല്ലാൻ മക്കൾ ഗൂഢാലോചന നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ, ലോകത്തിന് കരുണ നഷ്ടപ്പെടുമ്പോൾ, മക്കൾക്ക് പിതാവിനോടുള്ള കരുണ നഷ്ടപ്പെടുമ്പോൾ, മാതാപിതാക്കൾക്ക് സന്തതികളോടുള്ള സ്നേഹവും കാരുണ്യവും നഷ്ടപ്പെടുമ്പോൾ, ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്
പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ये बड़े ज़र्फ़ के मरहले हैं, ये बड़े ज़र्फ़ के मरहले हैं. ഉന്നതമായ പദവിക്ക് വേണ്ടിയാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ഒരേ ഒരു ലക്ഷ്യം, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കണം, അവൻ്റെ പൊരുത്തം നേടണം, പാപങ്ങളിൽ നിന്ന് മോചനം സിദ്ധിച്ചുകൊണ്ട് അതിനുള്ള വഴിയെ തേടണം. അതിനുള്ള വഴി പുണ്യ റസൂലിൻ്റെ ഇത്തിബാഅ്, പരിശുദ്ധ റസൂലിനെ പിൻപറ്റണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ये बड़े ज़र्फ़ के मरहले हैं, ये बड़े ज़र्फ़ के मरहले हैं. मुतरिज़ क्यों मेरा नुक्तची है, मुतरिज़ क्यों मेरा नुक्तची है. इश्क़ शाह मदीना का दावा, इश्क़ शाह मदीना का दावा हर बशर को मुनासिब नहीं है. പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അവകാശവാദം എല്ലാവർക്കും ചേർന്നതല്ല, അതിന് പറ്റിയവർക്ക് മാത്രം ചേർന്നിട്ടുള്ളതാണ്. പരിശുദ്ധ റസൂലിലേക്ക് അണയുന്നവർക്കുള്ളതാണ്, ആ ചര്യയെ പിൻപറ്റുന്നവർക്കുള്ളതാണ്. അവിടുത്തെ ഇഷ്ടാനിഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളാക്കി സ്വീകരിക്കുന്നവർക്കുള്ളതാണ്. രംഗോ നസ്ൽ കെ തോട് കർ ബുത്ത്, രംഗോ നസ്ൽ കെ തോട് കർ ബുത്ത് ये बताया हमें മുസ്തഫാനെ. നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും വിഗ്രഹങ്ങളെ തകർത്തുകൊണ്ട് മുസ്തഫ നമ്മെ പഠിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യത്വം പഠിപ്പിച്ചു. വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി, സാമുദായിക ഭേദങ്ങൾക്കതീതമായി ഒരു മാനവതയെ കെട്ടിപ്പടുക്കാൻ പഠിപ്പിച്ചു. സ്ത്രീകൾക്ക് മാന്യത പഠിപ്പിച്ചു, അവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു, മാതാപിതാക്കളെ ആദരിക്കാൻ പഠിപ്പിച്ചു, മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ അവകാശങ്ങളെ മുഴുവൻ നീതിത്തുലാസിൽ സ്ഥാപിച്ചു തന്നു. കുടുംബത്തെ എങ്ങനെ നയിക്കണം, രാജ്യങ്ങളെ എങ്ങനെ നയിക്കണം, മാനവരാശിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, സാർവലൗകിക സമാധാനത്തിൻ്റെ ഉന്നതമായ ആദർശങ്ങളെ എങ്ങനെ സാക്ഷാത്കരിക്കണമെന്ന് ജിസ്കാ കിർദാർ ഹേ ഖൂബ്സൂരത്, ജിസ്കാ കിർദാർ ഹേ ഖൂബ്സൂരത് वो खुदा की नज़र में हंसी है. जिसके किरदार है खूबसूरत वो खुदा की नज़र में हंसी है. ആരാണോ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുന്ദരനായിട്ടുള്ളത്, അത് സ്വഭാവം മെച്ചപ്പെട്ടവനാണ്, നന്നായിട്ട് വർത്തിക്കുന്നവനാണ്, നന്നായിട്ട് പെരുമാറുന്നവനാണ്. ആരുടെ സ്വഭാവനിഷ്ഠയാണോ ഏറ്റവും മനോഹരമായിട്ടുള്ളത്, ആരുടെ സ്വഭാവമഹിമയാണോ ഏറ്റവും ഉന്നതമായിട്ടുള്ളത്, ആരുടെ പെരുമാറ്റ രീതികളാണോ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ കണ്ണിൽ അവൻ സുന്ദരനാണ്. കുടുംബത്തിൽ നന്നായിട്ട് വർത്തിക്കുന്നവനാണ്, സമൂഹത്തിൽ നന്നായിട്ട് വർത്തിക്കുന്നവനാണ്. ഒറ്റക്കിരിക്കുമ്പോഴും കൂട്ടത്തിലിരിക്കുമ്പോഴും രഹസ്യമായപ്പോഴും പരസ്യമാകുമ്പോഴും നന്നായിട്ട് സ്വഭാവമഹിമയോടെ വർത്തിക്കുന്നവനാണ് ദൈവദൃഷ്ടിയിലെ സുന്ദരൻ. അവനാണ് ഉത്തമനെന്ന് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉസ്കെ ज़र्रों में सूरज छुपे हैं, उसके ज़र्रों में सूरज छुपे हैं. अर्श से जिसके रिश्ते मिले हैं, अर्श से जिसके रिश्ते मिले हैं. आसमान जिसकी वसअत में गुम है, आसमान जिसकी वसअत में गुम है, वो दरे मुस्तफ़ा की ज़मीं है, वो दरे मुस्तफ़ा की ज़मीं है. उसके ज़र्रों में സൂരജ് ചുപേ ഹേ. ആ സ്ഥലത്തിൻ്റെ ഓരോ കണികയിലും സൂര്യൻ ഒളിഞ്ഞിരിക്കുകയാണ്.
അർശ് സേ ജിസ്കെ റിശ്തേ മിലേ ഹേ, ആ ഉമ്മറപ്പടിക്ക് അർശുമായിട്ട് ബന്ധം ലഭ്യമായിരിക്കുകയാണ്. ആസ്മാൻ ജിസ്കി ഉസ്അത് മേ ഗും ഹേ, അതിന്റെ വിശാലതയിൽ ആകാശം പോലും വ്യാപിച്ചു കിടക്കുകയാണ്. വദറേ മുസ്തഫ കി സമീ ഹേ, അത് മുസ്തഫാന്റെ ഉമ്മറപ്പടിയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹിജ്റ പോകുന്ന സമയത്ത് പുണ്യ റസൂലിൻ്റെ പിറകിൽ അബൂബക്കർ സിദ്ദീഖ് നടക്കുമ്പോൾ റളിയല്ലാഹു തആല അൻഹു ഗുഹയിൽ മാത്രമല്ല ഖബറിങ്കൽ അന്ത്യവിശ്രമ സ്ഥാനത്തും തൻ്റെ തോഴനായിട്ടുള്ള ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ കൂടെ സഹവസിക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ വേളയിൽ മുമ്പിൽ നടക്കുകയും പിന്നാലെ അബൂബക്കർ സിദ്ദീഖ് നടക്കുകയും ചെയ്യുമ്പോൾ കോടാനുകോടിയെ നയിക്കേണ്ട മഹാവിമോചകൻ, മഹാനായകൻ അന്ന് ഒറ്റക്കാണ്. കൂടെ സിദ്ദീഖുൽ അക്ബർ മാത്രമാണ്. കോടാനുകോടി കൂടെയില്ല, സഹായിക്കാൻ ആരുമില്ല. നാട്ടിൽ നിന്ന്, മർദ്ദനങ്ങൾക്കിടയിൽ നിന്ന്, കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്ന്, മക്ക നഗരിയിൽ നിന്ന് യഥരീബിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പലായനം ചെയ്യുകയാണ്. അങ്ങനെ പലായനം ചെയ്യുമ്പോൾ അബൂബക്കർ സിദ്ദീഖിനെ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന വഴിക്ക് കണ്ട് പരിചയമുള്ള അറബ് യാത്രാ സംഘങ്ങളെ അവർ രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആ അറബ് യാത്രാ സംഘങ്ങളിലെ യാത്രക്കാർക്ക് സിദ്ദീഖിനെ നല്ല പരിചയമാണ്. മക്കയിൽ നിന്ന് പലപ്പോഴും ഷാമിലേക്ക്, സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന അബൂബക്കർ സിദ്ദീഖിനെ അവർക്ക് പരിചയമാണ്. ആ പരിചയം വെച്ചുകൊണ്ടവർ അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, മൻ ഹാദാ ബൈന യദൈക യാ അബാ ബക്ർ, മൻ ഹാദാ ബൈന യദൈക യാ അബാ ബക്ർ. അബൂബക്കറെ, നിങ്ങളുടെ മുമ്പിൽ ഈ നടക്കുന്നതാരാണ്? അബൂബക്കറെ, നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്നതാരാണ്? സൂര്യമുഖം പോലെ, ചന്ദ്രമുഖം പോലെ, ലോകവസന്തം പോലെ, നീതിവസന്തം പോലെ, മഹാവിമോചകനെ, മഹാനായകനെ, ലോകത്തിൻ്റെ മുഴുവൻ ആത്മാവ് പോലെ, കരുണ നശിച്ച ലോകത്തിൻ്റെ കരുണയാർന്ന ഹൃദയം പോലെ, കരുണ നശിച്ച ലോകത്തിൻ്റെ ആർദ്രഹൃദയം പോലെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഹാദാ ബൈന യദൈക യാ അബാ ബക്ർ, അബൂബക്കറെ, നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നതാരാണ്? ഉടൻ തന്നെ അബൂബക്കറിന്റെ മറുപടി, ഹാദി യഹ്ദീനി, ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയാൻ കഴിയില്ല. കാരണം ലോകം മുഴുവൻ മുഹമ്മദുർ റസൂലുള്ളാഹിയെ തിരയുകയാണ്. പിടിച്ചുകൊടുത്താൽ സമ്മാനമാണ്, പിടിച്ചുകൊടുത്താൽ 100 ഒട്ടകങ്ങൾ, പിടിച്ചുകൊടുത്താൽ ഖുറൈശികൾക്കിടയിൽ പദവികൾ, പിടിച്ചുകൊടുത്താൽ സമ്പത്ത് കിട്ടും, പിടിച്ചുകൊടുത്താൽ പ്രശസ്തി കിട്ടും, പിടിച്ചുകൊടുത്താൽ ഭൗതിക സുഖങ്ങൾ പിറകെ വരും. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ഈ മറുപടിയിൽ ഒതുക്കി, ഹാദി യഹ്ദീനി, എനിക്ക് വഴി കാണിക്കുന്ന വഴികാട്ടിയാണ്. എൻ്റെ മുമ്പിൽ നടക്കുന്ന ഈ മഹാവ്യക്തി യസ്രിബിലേക്ക് പോകുമ്പോൾ വഴി കാണിക്കുന്ന വഴികാട്ടിയാണ്. അബൂബക്കർ സിദ്ദീഖിന് മാത്രമല്ല, നമുക്കും വഴികാട്ടിയാണ്. ലോകങ്ങൾക്ക് മുഴുവനും വഴികാട്ടിയാണ്. സകല സമൂഹങ്ങൾക്കും വഴികാട്ടിയാണ്. സകല മനുഷ്യർക്ക് മാത്രമല്ല, ജിന്ന് വർഗത്തിനും വഴികാട്ടിയാണ്. ലോകങ്ങൾക്ക് മുഴുവനും വഴികാട്ടിയാണ്. ലോകങ്ങൾക്ക് മുഴുവനും വഴികാട്ടി മാത്രമല്ല, ലോകങ്ങളുടെ മുഴുവൻ കാരുണ്യമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, ഉസ്കെ ज़र्रों में सूरज छुपे हैं, उसके ज़र्रों में सूरज छुपे हैं, अर्श से जिसके रिश्ते मिले हैं, आसमान जिसकी वसअत में गुम है,
വദറേ മുസ്തഫ കീ സമീ ഹേ. ആകാശം ഏതൊരു ഉമ്മറപ്പടിയിലാണോ അടങ്ങിയിട്ടുള്ളത്, സൂര്യൻ ഏതൊരു പുണ്യദേശത്തെ കണികയിലാണോ ഒളിഞ്ഞിരിക്കുന്നത്, അത് പരിശുദ്ധ റസൂലിന്റെ ഉമ്മറപ്പടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവരെ അംബിയാ കി മുഹബ്ബത്ത്, സർവരെ അംബിയാ കി മുഹബ്ബത്ത് ഹാസിലെ ദീന ദുനിയാ ഹെ യാറോ, ഹാസിലെ ദീന ദുനിയാ ഹെ യാറോ. അമ്പിയാക്കളുടെ ചക്രവർത്തിയായ നായകനാരോ, അവിടുത്തോടുള്ള സ്നേഹം. ഹാസിലെ ദീന ദുനിയാ ഹെ യാറോ, ദീനിന്റെയും ദുനിയാവിന്റെയും ഏറ്റവും വലിയ സമ്പത്തും നേട്ടവും മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ 10-30 കൊല്ലക്കാലമായി മലയാളക്കരയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഇതിൽ കക്ഷിത്വമില്ല, ഇതിൽ വിഭാഗീയതയില്ല, ഇത് എല്ലാവർക്കുമുള്ളതാണ്. ഇതിൽ മറ്റു ഉദ്ദേശങ്ങളില്ല, ഇതിൽ വേറെ ലക്ഷ്യങ്ങളില്ല. ഒരേ ഒരു നിയ്യത്ത്, കൽബുകളിൽ റസൂലുള്ളാഹിനെ സ്ഥാപിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാർ പലരെയും ഹീറോകളാക്കി സ്വീകരിക്കുന്ന ഒരു തമോമയമായ കാലഘട്ടത്തിൽ ഹീറോകളെ തെരഞ്ഞ് എന്ത് ചെയ്യുന്നുവെന്നറിയാതെ, എങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ, ലക്ഷ്യം തെറ്റിയ ആട്ടിൻ പറ്റങ്ങൾ കണക്കെ യുവസംഘങ്ങൾ നെട്ടോട്ടമോടുമ്പോ അവരെ ക്ഷണിക്കണം. സർവരെ അംബിയാ കി മുഹബ്ബത്ത്, സർവരെ അംബിയാ കി മുഹബ്ബത്ത് ഹാസിലെ ദീൻ ദുനിയാ ഹെ യാറോ. ये तअल्लुक़ है ऐसा तअल्लुक़, ये तअल्लुक़ है ऐसा तअल्लुक़ जो कभी टूटता ही नहीं है. ഇത് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ബന്ധമാണ് എന്ന് സകലരോടും വിളംബരം ചെയ്യണം. ഇത് മുറിഞ്ഞു പോകാത്ത ബന്ധമാണ്. ഈ ബന്ധം കൊണ്ട് മറ്റു ബന്ധങ്ങളെ ശക്തമാക്കണം. मैं मुसाफिर हूँ कुवे नबी का, मैं मुसाफिर हूँ कुवे नबी का. ഞാൻ നബിയുടെ ഗ്രാമത്തിലൂടെ, നബിയുടെ കുടിലിൻ്റെ അടുത്തൂടെ യാത്ര ചെയ്യുന്ന മുസാഫിറാണ്. അങ്ങനെ അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. मैं मुसाफिर हूँ कुवे नबी का. പരിശുദ്ധ നബിയിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബിയിലേക്ക് അണയേണ്ടതായിട്ട് വരും. പാപങ്ങളിൽ മുഴുകുമ്പോ, തെറ്റുകുറ്റങ്ങളിൽ മുഴുകുമ്പോ ഓർക്കണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയിലേക്ക് യാത്ര പോകണം, നബിയുടെ അടുക്കലേക്ക് അണയണം, നബിചര്യയെ പിൻപറ്റണം, നബി വിലക്കിയതിനെ വിലക്കണം, നബി അനുവദിച്ചതിനെ അനുവദനീയമാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യത്വം ഊട്ടിയുറപ്പിക്കണം, സമുദായ മൈത്രിയെ സ്ഥാപിക്കണം, മാനവികതയുടെ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കണം. വർഗീയതക്കെതിരെ, വിഭാഗീയതക്കെതിരെ, കക്ഷിത്വത്തിനെതിരെ, മാത്സര്യങ്ങൾക്കെതിരെ, കുടിപ്പകകൾക്കെതിരെ മനുഷ്യത്വത്തിന്റെ കാരുണ്യത്തിന്റെ ആദർശത്തെ സമഗ്രമാക്കണം. ഹം സഫർ മേരാ റൂഹുൽ അമീ ഹേ. നബിയുടെ അടുക്കലേക്ക് യാത്ര ചെയ്തു പോകുമ്പോ എന്റെ കൂടെ വരുന്നതാരെന്നറിയുമോ? അത് റൂഹുൽ അമീനായ മലക്ക് ജിബ്രീലാണ് അലൈഹി സ്വലാത്തു വസ്സലാം. നബിയെ കാണാൻ മലക്കുകളും വരുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ അടുക്കലേക്ക് മലക്കുകളും അണയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിമുറിയാതെ മദീനയിലെ റൗദാ ഷരീഫിലേക്ക് മലായിക്കത്തിന്റെ ചിറകടി ശബ്ദം മുഴങ്ങുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. तेरे ज़ात पर हो दरूद भी, तेरे ज़ात पर हो दरूद भी, तेरे नाम पर हो സലാം भी. മുഴുവൻ സലാത്തും അങ്ങയുടെ സത്തയുടെ മേലാണ് എൻ്റെ പുണ്യ നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ഓർമ്മ വരും.
അള്ളാഹുവിൻ്റെ ഓർമ്മ വരും, അവൻ്റെ ദിക്ർ വരും, അവൻ്റെ ആജ്ഞകൾ വരും, അതനുസരിച്ച് ജീവിതം പകർത്തുന്ന അവസ്ഥ വരും, മനുഷ്യത്വം വരും, ഉന്നതമായ മാനവികത വരും, മൈത്രി വരും, സാഹോദര്യം വരും, എല്ലാ മനുഷ്യരും ഒന്നാണെന്ന വിചാരം വരും. മനുഷ്യരൊക്കെ ഒന്നാണ്. മതങ്ങൾക്കും സമുദായങ്ങൾക്കും അതീതമായി മാനവികതയുടെ ഐക്യം വിളംബരം ചെയ്യുകയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ് സേ ഇജാസ് മേ ആശനാ ഹൂം, ഖുദ് സേ ഇജാസ് മേ ആശനാ ഹൂം. എൻ്റെ അവസ്ഥ എന്തെന്നതിനെ കുറിച്ച് ഞാൻ ശരിക്ക് ബോധവാനാണ്. എൻ്റെ സ്വന്തം നില എന്തെന്നതിനെ കുറിച്ച് ഞാൻ പൂർണ്ണമായും ബോധവാനാണ്. ഖാദിമേ സയ്യിദുൽ അംബിയാഹു, ഞാൻ അംബിയാക്കളുടെ നേതാവിൻ്റെ സേവകനാണ്, പരിശുദ്ധ റസൂലിൻ്റെ സേവകനാണ്. അല്ലാഹു നമ്മെ റസൂലുള്ളാഹിന്റെ സേവകരാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഅദ് ഹംദേ ഖുദാ മേരേ ലബ് പർ മിദ്ഹത്തെ ഖാതിമുൽ മുർസലീൻ ഹേ. അള്ളാഹിന്റെ സ്തുതി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചുണ്ടിലുള്ളത് മുഴുവൻ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയാണ്. ഏറ്റവും നിസ്സാരപ്പെട്ട വാഹനം, അന്നത്തെ കാലത്തും ഏറ്റവും നിസ്സാരപ്പെട്ട വാഹനം. സാധാരണഗതിയിൽ വലിയ വലിയ ആളുകളൊന്നും കഴുതപ്പുറത്ത് കയറൂല, കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത്. കഴുതയുടെ മീതെ ലോകത്തിന്റെ ചക്രവർത്തി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് എന്ന പ്രിയപ്പെട്ട സഹാബിയെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മുആദേ, നിങ്ങളും കയറിക്കൊള്ളൂ. മുആദ് മടിച്ചു നിന്നു. പുണ്യനബിയുടെ തൊട്ട് പിറകെ ശരീരത്തോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്യുമ്പോൾ അനാദരവ് വരുമോ എന്ന് മുആദ് ഭയപ്പെട്ടപ്പോ മുആദിനെയും കൈപിടിച്ച് കഴുതപ്പുറത്ത് കയറ്റിയിട്ട് കഴുതയുടെ മീതെ മദീനയുടെ തെരുവിലൂടെ സർവരേ കൗനൈൻ, മനുഷ്യവർഗത്തിൻ്റെയും ജിന്നവർഗത്തിൻ്റെയും ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും രാജാവായി അള്ളാഹു വാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം മുഴുവൻ ദാഹിക്കുന്ന ഒരു നായകനുണ്ടെങ്കിൽ അത് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴുതപ്പുറത്ത് മുആദിനെ ഇരുത്തിക്കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുകയാണ്. അതിനിടയിൽ കഴുതയുടെ കുളമ്പ് ഒന്ന് മണലിലേക്ക് താണിട്ട് കഴുതയൊന്ന് ഇരുന്നു പോയി. പരിശുദ്ധ റസൂല് പൊടിമണ്ണിൽ വീണുപോയി. പെട്ടെന്ന് പൊടിമണ്ണ് തട്ടിക്കൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് പരിശുദ്ധ നബി എഴുന്നേറ്റുവെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആലോചിച്ചു നോക്കണം, ജീവിത ലാളിത്യത്തിന്റെ ഉദാഹരണം. ഇത് ലളിത ജീവിതത്തിന്റെ മഹാമാതൃക, ഇത് ലളിത ജീവിതത്തിന്റെ ലോകമാതൃക. വെറും കഴുതപ്പുറത്ത് ലോക ചക്രവർത്തി. അങ്ങനെ ഒരു ചക്രവർത്തിയെ സങ്കല്പിക്കാൻ കഴിയുമോ? കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു ലോക ചക്രവർത്തിയെ സങ്കല്പിക്കാൻ പോലും ലോകത്തിന് പ്രയാസമാണ്. മുആദ് പറയുകയാണ്, ആ ചുണ്ടിൽ ഞാൻ മന്ദഹാസം കണ്ടു. കഴുതയുടെ കാല് മണ്ണിലേക്ക് പൂണ്ടുപോയപ്പോ, കഴുത വീണുപോയപ്പോ, പുണ്യനബിയുടെ ദേഹത്ത് പൊടിമണ്ണ് പറ്റിയപ്പോ വിഷമമല്ല, പ്രയാസമല്ല, പുഞ്ചിരിയോടുകൂടി മുആദിനോടൊപ്പം ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് കഴുതപ്പുറത്തെ യാത്ര തുടരുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർത്തിട്ട് സ്വലാത്ത് ചൊല്ലണം. ആ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ലോക നേതാവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം,
സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാഴാകാത്ത ഉപഹാരമാണ്. അത് രണ്ട് ലോകത്തേക്കുള്ള സുരക്ഷയാണ്. അത് സുരക്ഷയുടെ നെടുങ്കോട്ടയാണ്. എല്ലാവിധ പ്രവണതകളിൽ നിന്നും പ്രതിഭാസങ്ങളിൽ നിന്നും മുഴുവൻ നെഗറ്റീവ് ഫോഴ്സസിൽ നിന്നും വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ എന്തെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ യാത്രക്കിടയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ വടി കൊണ്ട് സ്നേഹപൂർവം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് മുആദിന്റെ വയറ്റത്തൊന്ന് തൊട്ടു. എന്നിട്ട് ചോദിച്ചു, യാ മുആദ്, മുആദേ, ഹൽ തദ്രീ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്? അടിമകളായ മനുഷ്യരുടെ കാര്യത്തിൽ അള്ളാഹുവിനുള്ള ഹക്ക് എന്താണ്, അവകാശം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ മുആദേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ അള്ളാന്റെ റസൂലിനോട് മുആദ് പറഞ്ഞു, അള്ളാഹ്ക്കും അവന്റെ റസൂലിനുമേയാണ് അത് ഏറ്റവും നന്നായിട്ട് അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിന്റെ ഒരു അവകാശമുണ്ട് പടപ്പുകളിൽ നിന്ന്, മുഴുവൻ സൃഷ്ടികളിൽ നിന്ന്, മുഴുവൻ മനുഷ്യരിൽ നിന്ന്, ജിന്നുകളിൽ നിന്ന്, ഇബാദിൽ നിന്ന്. അതെന്താണ്? അവനിൽ പങ്കു ചേർക്കാതെ അവന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്, അവന് മാത്രം ആരാധിക്കലാണ്. അത് അള്ളാഹ്ക്കുള്ള ഹക്കാണ്. യാത്ര കുറച്ചങ്ങ് പോയപ്പോ കഴുതപ്പുറത്തിരുന്ന് അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, യാ മുആദ്, ഏ മുആദേ, യബ്ന ഉമ്മി മുആദ്, മുആദിന്റെ ഉമ്മാന്റെ മകനെ. അള്ളാന്റെ റസൂല് പറയുകയാണ് രണ്ടാം വട്ടം, എൻ്റെ പ്രിയപ്പെട്ട മുആദേ, മുആദിന്റെ ഉമ്മയുടെ മകനെ. സ്നേഹം കൊണ്ട്, താല്പര്യം കൊണ്ട്, ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് അള്ളാന്റെ റസൂല് മുആദിന്റെ വയറ്റത്ത് പിന്നെയും തന്റെ കയ്യിലുള്ള ചെറിയ വടി കൊണ്ട് തലോടി. മുആദിന്റെ ഉമ്മയുടെ മകനെ, നിനക്കറിയുമോ, ജനങ്ങൾ അത് ചെയ്താൽ, മനുഷ്യരും സൃഷ്ടികളും ആ കടമ നിർവഹിച്ചാൽ, പിന്നെ ജനങ്ങൾക്കും മനുഷ്യർക്ക് സൃഷ്ടികൾക്കുള്ള അവകാശം അള്ളാഹുവിന്റെ മേൽ എന്താണെന്ന് നിനക്കറിയുമോ മുആദ്? മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി ഇദാ ഹും ഫഅലൂ ദാലിക. അവരത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഹക്ക് എന്തെന്ന് നിനക്കറിയുമോ? മുആദ് പറഞ്ഞു, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായിട്ട് അറിയുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഫഇന്ന ഹഖ്ഖൽ ഇബാദി അലല്ലാഹി ഇദാ ഹും ഫഅലൂ ദാലിക അൻ യുദ്ഖിലഹുമുൽ ജന്ന. അവരത് ചെയ്തു കഴിഞ്ഞാൽ, പങ്കു ചേർക്കാതെ അല്ലാഹുവിൽ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ, ശിർക്കിൽ അകപ്പെടാതെ അല്ലാഹുവിന്റെ ഇബാദത്തിൽ അവർ മുഴുകിക്കഴിഞ്ഞാൽ, അവരതിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, അവർ അള്ളാഹിനോടുള്ള ആ കടമ പാലിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു അവരോട് പാലിക്കേണ്ട മറ്റൊന്നുണ്ട്, അതവൻ പാലിക്കും. അവരെ സ്വർഗത്ത് കടത്തുക. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. ഭൂമിയിലെ കാര്യം വളരെ സിമ്പിൾ, ആഖിറത്തിലെ കാര്യവും സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. പക്ഷേ കഠിനമാണ്. കഠിനമായ വ്രതത്തിലൂടെ, കഠിനമായ പ്രാർത്ഥനയിലൂടെ, കഠിനമായ ജീവിത സംസ്കരണത്തിലൂടെ, കഠിനമായ ജീവിത ശിക്ഷണത്തിലൂടെ മാത്രമേ അതിലേക്ക് മുന്നേറാൻ കഴിയൂ. അവരെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുമെന്ന് അള്ളാഹു അവർക്കും ഉറപ്പ് നൽകിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് ഏറ്റവും വലുത്. മരിച്ചു പോകും. ഭൂമിയിലെ ഏർപ്പാട് കണ്ടാൽ തോന്നും, ആൾക്കാരുടെ പാച്ചിലും ഏർപ്പാടും ഒക്കെ കണ്ടാൽ, ചിലരുടെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ തോന്നും ഇവരിവിടെ എന്നും പാർക്കണവരാണെന്ന്. ഇല്ല, വളരെ നൈമിഷികമാണ്, വളരെ താൽക്കാലികമാണ്, വളരെ ക്ഷണികമാണ്, എപ്പോഴും അവസാനിച്ചു പോകുന്നതുമാണ്. ആകെ നിലനിൽക്കുന്നത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലെ ജീവിതമാണ്. രണ്ടാം ഉമർ എന്ന് പേര് കേട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഒരു ദിവസം ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനിൽ ചെന്നുകൊണ്ട് ഓരോ ഖബറിനെയും മുറ്റുനോക്കി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്
ഖബറുകളെ നോക്കിക്കൊണ്ട് പാടി, അതൈതുൽ ഖുബൂറ ഫനാദൈതുഹാ അതൈതുൽ ഖുബൂറ ഫനാദൈതുഹാ. ഞാൻ ഖബറുകളുടെ അടുക്കൽ പോയിട്ട് ആ ഖബറുകളെ വിളിച്ചു നോക്കി. ഐനൽ മുഅല്ലമു വൽ മുഹത്തഖറു ഐനൽ മുഅല്ലമു വൽ മുഹത്തഖറു. വലിയവരും നിസ്സാരക്കാരും എവിടെ പോയി? ഖബർസ്ഥാനിൽ എത്തി നോക്കുമ്പോൾ വലിയവർക്കും 6 അടി മണ്ണ്, നിസ്സാരക്കാർക്കും 6 അടി മണ്ണ്. വലിയവർക്കും മീസാങ്കല്ല്, ചെറിയവർക്കും മീസാങ്കല്ല്. നേതാക്കൾക്കും 6 അടി മണ്ണ്, അനുയായികൾക്കും 6 അടി മണ്ണ്. പണക്കാർക്കും 6 അടി, പണിക്കാർക്കും 6 അടി, മുതലാളിക്കും 6 അടി, തൊഴിലാളിക്കും 6 അടി, ഗുരുനാഥനും 6 അടി, ശിഷ്യനും 6 അടി. എല്ലാവരും ഒരുപോലെ അതൈതുൽ ഖുബൂറ ഫനാദൈതുഹാ. ഞാൻ ഖബറിങ്കൽ ചെന്നുകൊണ്ട് വിളിച്ചു നോക്കി. ഐനൽ മുഅല്ലമു വൽ മുഹത്തഖറു. വലിയവരെവിടെ, ചെറിയവരെവിടെ? തഫാനു ജമീഅൻ ഫമാ മുഖ്ബിറു തഫാനു ജമീഅൻ. അവരൊക്കെ നശിച്ചു പോയി, അവരൊക്കെ മരണപ്പെട്ടു പോയി. ഫമാ മുഖ്ബിറു. അവരെക്കുറിച്ച് വിവരം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഫമാ മുഖ്ബിറു. അവരെക്കുറിച്ച് വിവരം നൽകാൻ ആരെങ്കിലും ഉണ്ടോ? വമാതു ജമീഅൻ വമാതൽ ഖബറു. അവർ മരിച്ചു പോയതോടൊപ്പം അവരുടെ വിവരങ്ങളും മരണപ്പെട്ടു പോയി. അവരെക്കുറിച്ച് പറയാനും ആളില്ലാത്ത വിധം അവർ മരിച്ചപ്പോ അവരുടെ കഥകളും മണ്ണടിഞ്ഞു, അവരുടെ ജീവിതവും കബറടക്കി. ഒരുപാട് ചെറുപ്പത്തിൽ ആളുകൾ മരിക്കണില്ലേ? കുട്ടികൾ മരിക്കണില്ലേ? നടക്കുമ്പോൾ മരിക്കണില്ലേ? മൊബൈൽ ഫോൺ ചെയ്യുമ്പോൾ മരിക്കണില്ലേ? ഓർക്കാനാണ് ഈ സദസ്സ്. മണവാളൻ ചമയാനുള്ള മോഹത്തോടെ നടന്ന ചെറുപ്പക്കാരനെ ഖബറടക്കുമ്പോ പുതിയാപ്പിള പോകാനുള്ള അവന്റെ മോഹത്തെയുമാണ് ഖബറടക്കുന്നത്. അദ്ദേഹത്തെ മാത്രമല്ല ഖബറടക്കിയത്, മക്കളെ കെട്ടിക്കാൻ നല്ല നിലയിൽ തന്റെ പെൺമക്കളെ പറഞ്ഞയക്കാൻ ആഗ്രഹിച്ച ബാപ്പ മരണപ്പെട്ടു പോകുമ്പോ ആ മയ്യിത്തിനോടൊപ്പം കുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കാനുള്ള ആഗ്രഹത്തെയും നാം ഖബറടക്കി. അതിൻ്റെ മുകളിലും നാം മണ്ണിട്ട് വാരി, അതിൻ്റെ മുകളിലും നാം മണ്ണെറിഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു. അവർ മരിച്ചപ്പോൾ അവരുടെ വിവരങ്ങളും മരണപ്പെട്ടു പോയി എന്ന് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. ഇസ്ലാമിലെ 2ാം ഉമർ എന്നാണ് ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ചരിത്രം കൊടുത്ത പേര്. മഹാമാതൃകയായ ജീവിതമായിരുന്നു അത്. ഖബർസ്ഥാനിൽ പോയിട്ട് പറയണം, കഴിഞ്ഞു പോയവരെ പറ്റി എന്നോട് ചോദ്യം ചോദിക്കുന്നവരെ, കഴിഞ്ഞു പോയവരെ പറ്റി അനുസ്മരണം നടത്തുന്നവരെ, കഴിഞ്ഞു പോയവരെ പറ്റി അനുസ്മരണങ്ങളും ഓർമ്മപ്പെടുത്തലുകളും അവരുടെ ചർച്ചകളും ചരിത്രങ്ങളും ഏറ്റുപറയുകയും ചെയ്യുന്നവരെ, മരണപ്പെട്ടവരെ പറ്റി അവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നവരെ, അത് ചോദിച്ചന്വേഷിക്കുന്നവരെ. ആ മരിച്ചവരിൽ നിനക്ക് പാഠമില്ലേ? നിനക്ക് പാഠമില്ലേ? നീയും മരണപ്പെട്ടു പോകില്ലേ? എന്റെ ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് നീ എന്താണ് ചെയ്തത്? മരണമേ നീ എന്റെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ എന്ത് ചെയ്തു? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ നീ എന്ത് ചെയ്തു മരണമേ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. ഖബർസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നിട്ട് തന്നെ കാത്തു നിന്ന ആളുകളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, മരണം എന്നോട് എന്താ മറുപടി പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ മരണത്തോട് ചോദിച്ചു, നീ എന്താ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ ചെയ്തത് എന്ന്. അപ്പൊ മരണം എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം അവൻ്റെ കഴുത്തിന് പിടിച്ചു, പിന്നെ അവൻ്റെ നെഞ്ചിന് പിടിച്ചു, പിന്നെ അവൻ്റെ കൈകാലുകളെ പിടികൂടി, പിന്നെ ഞാൻ അവൻ്റെ ശിരസിനെ പിടികൂടി, ഞാൻ അവൻ്റെ മുഖത്തെ പിടികൂടി, ഞാൻ അവൻ്റെ ശരീരത്തിലെ ഓരോ ഞരമ്പുകളെയും കോശങ്ങളെയും തകർത്ത് കളഞ്ഞു എന്നാണ് മരണം എന്നോട് മറുപടി പറഞ്ഞതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മദീനയുടെ ഒരു തെരുവിലൂടെ അള്ളാന്റെ റസൂല് നടന്നു പോയാൽ പിന്നാലെ വരുന്നവർ ആ സുഗന്ധത്തിന്റെ പിറകെ നടക്കുമായിരുന്നു. ആ മണം പറ്റി അങ്ങനെ പോവും,
മദീനയുടെ ഒരു തെരുവ് കൂടി പോയാൽ അവിടെ മുഴുവൻ അങ്ങ് സുഗന്ധം പരക്കണം. റസൂല് പോയി എന്ന് കാറ്റ് പറയും, റസൂല് പോയി എന്ന് വായു പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൂടെ പോയത്. പിന്നെ എവിടെങ്കിലും പോയിട്ട് നിന്നാൽ അവിടെ എത്തുമ്പോൾ കാറ്റ് പറയും അങ്ങോട്ടല്ല, അങ്ങോട്ടാ പോയത്. സുഗന്ധം പറയും പരിമളം പോലെ, അടിമുടി പരിമളം പോലെ. ജാബിർ ഇബ്നു സുമ്ര റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്ന കാലത്ത് റസൂലുള്ളാഹി ഇങ്ങനെ നടന്നു വരുമ്പോൾ ജാബിർ അവിടെ നിൽക്കുന്നുണ്ട്. കുട്ടിയായ ജാബിർ, റസൂൽ കവിളത്ത് തൊട്ടു ജാബിറിന്റെ. ജാബിർ പറയാണ്, എൻ്റെ കവിളിൽ കുളിർമയും പരിമളവും ഞാൻ ഒരുപോലെ അനുഭവിച്ചു. നല്ല മണം, കവിളൊന്ന് തൊട്ടിട്ടേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത കുളിർമയും. എന്നിട്ട് ജാബിർ പറയാണ്, ഒരു സുഗന്ധ സഞ്ചിയിൽ റസൂലുള്ളാന്റെ കൈ മുക്കിയ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഗന്ധ സഞ്ചി, അത്തറുപെട്ടിയിൽ കൈ മുക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അല്ലാ, ഇങ്ങനൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ, ഇങ്ങനൊക്കെ പറയാൻ കഴിയുള്ളൂ. ബാക്കിയൊക്കെ കൽബുകൊണ്ട് ഉൾക്കൊള്ളണം. ഇതിലപ്പുറം പറയാൻ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു. ഒരു സുഗന്ധ സഞ്ചിയിൽ കൈമുക്കിയ പോലെ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ സുഗന്ധമുള്ള ഒരു ദേഹവും ഞാൻ അനുഭവിച്ചില്ല സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മുഖമോ സത്യം പറയുന്ന മുഖം. മുഖം കാണുമ്പോഴേക്ക് ആളുകൾക്ക് മനസ്സിലാകും സത്യമുഖമേ, സത്യവദനമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലൊരു യഹൂദ റബ്ബി ഉണ്ടായിരുന്നു. റബ്ബി എന്ന് പറഞ്ഞാൽ യഹൂദ പുരോഹിതന്മാരെ റബ്ബികൾ എന്നാ പറയാ. ഇന്നും അങ്ങനെ പറയാ. വലിയൊരു യഹൂദ പുരോഹിതൻ വേദങ്ങളൊക്കെ പഠിച്ച് സ്വായത്തമാക്കിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അണയുന്നു, ഹിജ്റ ചെയ്ത് വരുന്നുവെന്നറിയേണ്ട താമസം ഈ യഹൂദ പുരോഹിതനും കാണാൻ പോയി ആൾക്കൂട്ടത്തിൽ നിന്നു. അബ്ദുല്ലാഹിബ്നു സലാം, അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹിബ്നു സലാം എന്നായിരുന്നില്ല, പിന്നീട് റസൂലുള്ള ഇട്ട പേരാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് പേര് മാറ്റി. ഇന്ന് കണ്ടിട്ടില്ലേ ഓരോരുത്തർക്ക് വൃത്തിയിട്ട പേര്? എത്ര ആളുകൾക്ക് ആ വൃത്തിയിട്ട പേര്. ഞാൻ കഴിഞ്ഞ മാസം 2 സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ സ്റ്റേജിൽ എഴുതി വെച്ച 2 ആളെ പേര് ഞാൻ മുഴുവൻ വായിച്ചില്ല. അഭിസംബോധന ചെയ്തപ്പോൾ സ്റ്റേജിൽ ഇരിക്കുകയാണ് അവർ, ഞാൻ വായിച്ചില്ല. അവർക്കത് മനസ്സിലായി, സദസ്സിനും മനസ്സിലായി. എനിക്ക് വായിക്കാൻ തോന്നിയില്ല. സംസ്കാരമില്ലാത്ത പേരാണ്. 2 പേരും ഞാൻ വിട്ടുകളഞ്ഞു. ഇറങ്ങിയ ശേഷം അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളെ പേര് നിങ്ങൾ വിട്ടുകളഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി തന്നെ ഞാൻ വിട്ടുകളഞ്ഞു, പേര് മാറ്റും അവർ പറഞ്ഞു. പേര് മാറ്റും, അതും നബി സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ യഹൂദ പുരോഹിതന്റെ പേര് വേറെയായിരുന്നു, അത് റസൂലുള്ളാഹിയുടെ പേരാണ് അബ്ദുല്ലാഹിബ്നു സലാം. ആൾക്കൂട്ടത്ത് പോയിട്ട് അബ്ദുള്ള നോക്കുമ്പോൾ അബ്ദുള്ള പറയുകയാണ്, മുഖം കണ്ടപ്പോഴേ ഒരു പ്രകാശം പരക്കുന്ന പോലെ, അത് സത്യം പറയുന്ന മുഖമാണെന്ന് കണ്ടപ്പോഴേ തോന്നി. ആൾക്കൂട്ടത്തിലേക്ക് കടന്നു വരുമ്പോ അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടു, അഫ്ശുസ്സലാമ, ജനങ്ങളെ അഭിവാദ്യം പരത്തുക, അഭിവാദ്യം വ്യാപിപ്പിക്കുക. എല്ലാരും ഗ്രീറ്റ് ചെയ്യാന്നാ പറഞ്ഞത്. ഗ്രീറ്റ് എവരിബഡി, എല്ലാരും അഭിവാദ്യം ചെയ്യാം. പരിചയമുള്ളവർ അല്ലാത്തവരൊക്കെ കണ്ട വിഷ് ചെയ്യാം. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. കക്ഷിത്വല്ല, വിഭാഗീയതല്ല. അഫ്ശുസ്സലാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ഹദീസിലും സലാം ചൊല്ലണമെന്ന് പഠിപ്പിച്ചിട്ടില്ല, സലാമിനെ പരത്തണം എന്നാ പഠിപ്പിച്ചത്. ഈ സദസ്സ് നെഞ്ചിലേറ്റട്ടെ. എല്ലാ ഹദീസിലും പരത്തുക എന്നാണ്, ഒറ്റ ഹദീസിലും ചൊല്ലാന്നില്ല. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഇത് വിഭാഗീയത ഏർപ്പാടാക്കാനുള്ളതല്ല. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. അത്രത്തോളം വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം. അത് കിട്ടുമ്പോൾ നമ്മളെ ദോഷം പൊറുക്കപ്പെടും. നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ചിലപ്പോൾ ഒരു യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വിചാരിക്കും, എന്തൊരു ഭാഗ്യം. എന്തേ, കുറേ സഹോദരങ്ങളൊന്നും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ദുബായിലോ കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ അസ്സലാമു അലൈക്കും. കഴിയുന്നിടത്തോളം ഓരോരുത്തരെ കൈ പിടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, നടന്നാലും നടന്നില്ലെങ്കിലും. എൻ്റെ ആവശ്യത്തിനാണ്, അവരാവശ്യത്തിന് മാത്രമല്ല. ആ സലാമൊക്കെ എനിക്കുള്ള ലാഭമാണ്.
അന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ പെട്ടി നിറക്കുന്നത് അസ്സലാമലൈക്കും കൊണ്ടാണ്. അസ്സലാമലൈക്കും, അസ്സലാമലൈക്കും, സലാം. അഫ്ശുസ്സലാമ, സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് നബി പറയുന്നത് കേട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅത്ഇമുത് തആമ, ആളുകളെ ആഹാരം കഴിപ്പിക്കുക. സല്ലു വന്നാസു നിയാം, ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എണീറ്റ് നിസ്കരിക്കുക. ഉദ്ഖുലുൽ ജന്നത ബിസലാം, നല്ല സമാധാനായിട്ട് സ്വസ്ഥായിട്ട് സ്വർഗത്തിലും കടക്കുക. സ്വർഗത്ത് കടക്കാൻ എന്തൊക്കെ കാര്യമാണ് പറഞ്ഞത്? 3 പറഞ്ഞു. സലാമിനെ പരത്തുക, അസ്സലാമലൈക്കും, അസ്സലാമലൈക്കും, അസ്സലാമലൈക്കും. ആളുകൾക്ക് അന്നം കൊടുക്കുക. എന്നും ഏറ്റവും വലിയ ആദർശം അത് തന്നെയാണ്. എന്നും ഏറ്റവും വലിയ ആദർശം അന്നം കൊടുക്കുക. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഇനി കുറെ നൂറ്റാണ്ട് ജനിക്കാണ്ടെങ്കിലും ഏറ്റവും വലിയ പുണ്യം ആഹാരം കഴിപ്പിക്കുക, കഞ്ഞി കൊടുക്കുക, കഞ്ഞി പാരുക. ആളുകളെ അന്നം കഴിപ്പിക്കുക. പരിശുദ്ധ റസൂൽ സാധിക്കുന്ന പോലെ ഭക്ഷണം കൊടുക്കുക. നിസ്കരിക്കുക. നിസ്കാരം തന്നെയാണ് ഏറ്റവും വലുത്. പക്ഷേ ആ നിസ്കാരത്തിന് പ്രത്യേകത പറഞ്ഞു. ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എണീറ്റ് നിസ്കരിക്കുക. അത് വലിയ ത്യാഗമാണ്. അത് തഹജ്ജുദാണ് പറയണത്. ജനമൊക്കെ ഉറങ്ങുക, അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്കേ തഹജ്ജുദ് കിട്ടുള്ളൂ. ഹസ്രത്ത് അല്ലാമ ഇഖ്ബാൽ പറയണത് ലോകത്ത് നേടിയവരൊക്കെ തഹജ്ജുദ് കൊണ്ടാണ് നേടിയതെന്നാണ്. എല്ലാവരും തഹജ്ജുദ്കാരനായതുകൊണ്ടാണ് ഡോക്ടർ സർ മുഹമ്മദ് ഇഖ്ബാലിന് അത് പറയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ലോകത്ത് നേടിയവരൊക്കെ പാതിരാവിന് ശേഷമുള്ള വിലാപം കൊണ്ട് നേടി എന്നാണ് ഹസ്രത്ത് അല്ലാമ രേഖപ്പെടുത്തി. ആഹ സഹറി എന്നാണ് അതിന് അദ്ദേഹം പേരിട്ട് വിളിച്ചിട്ടുള്ളത്. അത്താഴത്തിന്റെ നേരം ചാൽ രാത്രി കഴിയാൻ പോവാണ്, സുബഹിയൊട്ടായിട്ടുമില്ല. അത് നിസ്കരിക്കുക, നന്നായിട്ട് സ്വർഗത്തിലും അങ്ങോട്ട് കടക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വന്നപ്പോ മദീനത്തേക്ക് വന്നപ്പോ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. യഹൂദ പുരോഹിതനായിരുന്നു, നബിയുടെ അനുയായിയായി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നീതിയുടെ മാർഗേണ സഞ്ചരിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ പുറത്തുനിന്ന് 2 ആള് തമ്മിൽ വാക്പയറ്റ് നടത്തുന്നുണ്ട്. കലഹത്തിൽ ഏർപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വാദപ്രതിവാദം നടത്തുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കേട്ടു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയുടെ പത്നി പറയാണ്, ജനങ്ങളെ, നിങ്ങൾ തമ്മിൽ വല്ല കലഹവും ഉണ്ടായിട്ട് നിങ്ങൾ വാദപ്രതിവാദം നടത്തുമ്പോൾ ഞാൻ നിങ്ങൾക്കിടയിൽ വന്ന് വിധി പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ വാചാലനായ ആൾക്ക് അനുകൂലമായിട്ടാണ് വിധി വരുന്നതെങ്കിൽ അത് സ്വീകരിക്കരുത്. അല്ലാഹുവിൻ്റെ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആൾ തമ്മിൽ വാദപ്രതിവാദം നടത്തുമ്പോൾ ഞാൻ വന്ന് പറഞ്ഞ വിധി കൂടുതൽ വാചാലത ഉള്ള ആൾക്ക് അനുകൂലമായി. കാരണം വാചാലത കേട്ടപ്പോൾ അയാളാണ് അയാളെ കേസ് നന്നായിട്ട് പ്രസന്റ് ചെയ്തതെന്ന് പറയില്ല നമ്മൾ. അങ്ങനെ കേസ് നന്നായിട്ട് പ്രസന്റ് ചെയ്ത ഒരാൾക്ക് വേണ്ടി ഞാൻ വിധി പറഞ്ഞ നിങ്ങൾ സ്വീകരിക്കരുത്. കാരണം ചിലപ്പോൾ വാചാലതയായിരിക്കും ആ വിധി പറയാൻ കാരണമായിട്ടുണ്ടാകുക. സത്യമല്ല, നീതിയല്ല, ഇയാളെ വർത്താനത്തിന്റെ ഊക്കൊണ്ടായിരിക്കും അയാൾക്ക് അനുകൂലമായി വിധി കിട്ടിയത്. അങ്ങനെ വന്നാൽ ആ വിധി എന്നിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ സ്വീകരിക്കരുത്, അത് തീക്കട്ടയാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരിക്കലും ആ തീക്കട്ട കയ്യിലെടുക്കരുത്. അത് അനീതിയാണെന്നർത്ഥം. നീതി വാക്പയറ്റുകൊണ്ട് തീരുമാനിക്കേണ്ടതല്ല. നീതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചിമ്പിളി ഉണ്ടാക്കിയിട്ട് തീരുമാനിക്കേണ്ടതല്ല. നീതി നീതിയാണ്. ചിലപ്പോൾ ഒരാളുണ്ടാവും, അയാൾ ദുർബലനായിരിക്കും, അയാൾക്ക് വലിയ ഊക്കിൽ വർത്താനം പറയാൻ കഴിയാത്തതുകൊണ്ട് അയാൾക്ക് അയാളെ വാദം വേണ്ട പോലെ ശക്തമായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നാൽ നിങ്ങളത് സ്വീകരിക്കരുത്. നിങ്ങൾ പരസ്പരം പങ്കുവെക്കണം. നിങ്ങൾ എപ്പോഴും സത്യത്തെ തേടണം. നിങ്ങൾ രണ്ടും ഒരുപോലെ സത്യമായിട്ട് കണ്ടാ നറുക്കിടണം. അള്ളാഹിന്റെ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിവൃത്തിയില്ല, രക്ഷപ്പെടാൻ. രണ്ടും അങ്ങനെ കിടക്കുകയാണ്, ഇതിൽ യാതൊരു പരിഹാരമില്ല. നറുക്കിട, എന്നിട്ട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആയിഷ
അള്ളാഹുവുമായി കൂടിക്കാഴ്ച ലഭിക്കാൻ ഉദ്ദേശിക്കാത്തവനെ അള്ളാഹുവും കൂടിക്കാഴ്ചക്ക് ഉദ്ദേശിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിനെ കാണാൻ മോഹിക്കാത്തവനെ കാണാൻ അള്ളാഹു ആഗ്രഹിക്കൂല. അള്ളാഹു അവരിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അതെങ്ങനെ അള്ളാഹ് കാണാതിരിക്കും? മരണത്തിനാർക്കും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ഒരാൾ അള്ളാഹിനെ കാണാൻ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? മരണം എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചത്, അള്ളാഹിനെ കാണാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങൾ അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിക്കുക, അള്ളാഹിന്റെ സ്വർഗം ആഗ്രഹിക്കുക, അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുക. അത് അവരാഗ്രഹിക്കും. അപ്പൊ അള്ളാഹു ഇങ്ങോട്ടും ആഗ്രഹിക്കും. ആഗ്രഹിക്കാത്ത ഈ ലോകത്തെ ദുർനടപ്പുകാരോ സത്യനിഷേധികൾ അവർ ജഹന്നമ് കേൾക്കുമ്പോൾ, നരകത്തെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് വെറുപ്പാണ്. ശിക്ഷയെ പറ്റി പറയുന്നത് കേൾക്കുമ്പോഴും അവർക്ക് വെറുപ്പാണ്. അതുകൊണ്ട് അതിനെ അവർ വെറുക്കുകയും അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയെയും അവർ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. عن حذيفة وأبي هريرة رضي الله عنهما قال رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതുർസലുൽ അമാന, ലോകത്ത് നിന്ന് വിശ്വസ്തത എടുത്തു പോകും. വിശ്വസ്തത എടുത്തു പോയിക്കൊണ്ടിരിക്കല്ലേ. കുടുംബം എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഉണ്ടോ? പിതാവിനെ കൊല്ലാൻ വേണ്ടി 1 കൊല്ലം ഗൂഢാലോചന, മക്കളെ കൊല്ലാൻ വേണ്ടി പിതാവിൻ്റെ ഗൂഢാലോചന, മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ വലിയ തകർച്ചകൾ. ഒരു സ്ത്രീ ഒരു പുരുഷന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ കുടുംബമുണ്ട്. ചില ആണുങ്ങൾ പാവങ്ങളാണ്, ചില പെണ്ണുങ്ങളും പാവങ്ങളാണ്. ചില ആണുങ്ങൾ കഠിന മനസ്സുള്ളവരാണ്, ചില പെണ്ണുങ്ങളും കഠിന മനസ്സുള്ളവരാണ്. അങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു കിടപ്പ്. ഇയാളൊരു പാവം മനുഷ്യനായതുകൊണ്ട് ഈ സ്ത്രീ വിട്ടുപോയത് അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സ്ത്രീ കുടുംബം വിട്ടുപോയി വേറൊരു പുരുഷന് വേണ്ടി. ഇതൊക്കെ മലയാളക്കരയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ പെണ്ണിങ്ങനെ ചെയ്തു പോയപ്പോൾ ഈ മനുഷ്യൻ മനം നൊന്നിട്ട് കുട്ടികളോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് അനങ്ങിയാൽ ആത്മഹത്യയാണ്. കേരളം വൈകാരികമായി വളരെ ദുർബലമാണ്, ഇമോഷണലി വീക്ക്. കേരളം ഇമോഷണലി വീക്ക്, വൈകാരികമായ ഒരു ദുർബല സ്ഥലമാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ എത്ര പെരുകുന്നത്. വിഷം കൊടുത്ത് കുട്ടികൾക്ക് 2 കുട്ടികളും മരിച്ചു. ഈ സ്ത്രീ പോയതിന് ആ സ്ത്രീ നൊന്ത് പെറ്റ സ്വന്തം മക്കളെ കൊന്നു. അയാളും വിഷം കഴിച്ചു, മാതാവിനും വിഷം കൊടുത്തു. ഒരു കുടുംബം മുഴുവനും ആത്മഹത്യക്ക് ഒരുങ്ങി. കുട്ടികൾ മരിച്ചു, അയാൾ പാതി ജീവനോട് ആശുപത്രിയിലായി. അയാളുടെ മാതാവും പാതി ജീവനോട് ആൾക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. ഈ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കടുങ്കൈ ഈ കുടുംബത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ വേറൊരു പുരുഷനോട് ഈ സ്ത്രീക്ക് തോന്നിയ ഭ്രമമാണ് കാരണം. ആ സ്ത്രീയെ വാഹനത്തിൽ കയറ്റിയിട്ട് പോലീസ് കൊണ്ടുപോകുന്ന ചിത്രം ഞാൻ പത്രത്തിൽ കണ്ടു. ആ സ്ത്രീയോട് പോലീസ് സംസാരിച്ചപ്പോൾ സ്ത്രീ ആകെ പറഞ്ഞ ഒരു വാക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചു പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഭർത്താവ് ഇപ്പോഴും ആശുപത്രിയിലാണ്, അങ്ങോട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. സ്ത്രീ ഉദ്ദേശിച്ച പുരുഷന്റെ കൂടെ തന്നെ പോകണം. പക്ഷേ ഒറ്റ കാര്യം പറഞ്ഞത്, കുട്ടികൾ മരിച്ചതിൽ ദുഃഖമുണ്ട് എന്ന് മാത്രമാണ്. 10 മാസം ചുമന്ന് പെറ്റ 2 മക്കളും ഈ സ്ത്രീയുടെ ചെയ്തി കാരണം വിഷം കൊടുത്തിട്ട് സ്വന്തം പിതാവ് കൊല്ലാണ്. എന്നിട്ട് മരിച്ചതിലൊരു ദുഃഖമുണ്ട്. അങ്ങനെയാണ്. വല്ലാത്ത ഒരു തകർച്ച ബാധിച്ചിട്ടുണ്ടേ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നാം നേരിടുന്ന സാംസ്കാരിക പ്രശ്നമാണ്. നമ്മുടെ സാംസ്കാരിക പ്രതിസന്ധിയാണ്, ധാർമ്മിക പ്രതിസന്ധിയാണ്. ലോകം മുഴുവനും പരക്കുന്ന അക്രമ പ്രവണതകളാണ്. ലോകത്തിന്റെ മുക്കുമൂലകളിൽ പാവങ്ങൾ വേട്ടയാടപ്പെടുന്നതാണ്. മതത്തെ മനസ്സിലാക്കാത്തവർ, ആദർശങ്ങളെ മനസ്സിലാക്കാത്തവർ, ലോകത്തിന്റെ പല ഭാഗത്തും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽസിത വൃത്തികൾ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഒരു മതവും അക്രമം പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മതത്തിലും മനുഷ്യത്വവും സമാധാനവും സൗമ്യതയും പ്രശാന്തിയുമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സമാധാനപ്പെടാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കരുണയുള്ള മനസ്സുകളെ സൃഷ്ടിക്കണം. അത് മാത്രമാണ് രക്ഷാമാർഗം.
ഈ പ്രശ്നത്തെ സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഈ പ്രശ്നത്തെ ഭൗതികമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കളെ മക്കൾ കൊല്ലുന്ന കാലമാണ്, പിതാവിനെ തല്ലുന്ന കാലമാണ്. കാശും പണം കൊണ്ടെല്ലാം നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. കാശും പണം കൊണ്ടെല്ലാം നേടാനായിരുന്നു വിചാരിച്ചിരുന്നത്. പണമുണ്ട്, സ്വാധീനമുണ്ട്, നടക്കൂല. ലോകത്ത് കാശും പണം കൊണ്ട് വാങ്ങാൻ കിട്ടാത്ത കുറെ മുതലുണ്ട്. സ്നേഹം നിനക്ക് പണത്തെ കൊണ്ട് നേടാൻ കഴിയില്ല. കരുണ നിനക്ക് പണത്തെ കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല. ദയാ, വായ്പ്, അനുഭാവം, അനുതാപം, അനുകമ്പ, ധാർമ്മിക മൂല്യങ്ങൾ, ഇതൊന്നും നിനക്ക് പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന മുതലല്ല. അത് നീ നിന്റെ ഹൃദയത്തിൽ കരുപ്പിടിപ്പിക്കേണ്ട നിന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്. അതിന് ധാർമ്മികമായ അധ്യാപനങ്ങളിലേക്ക് മടങ്ങണം. പ്രവാചകന്മാർ, ആചാര്യന്മാർ, തേജസ്സുകളായ ലോക ഗുരുനാഥന്മാർ, അവരുടെ തത്വങ്ങളെ നീ സ്വീകരിക്കണം. അതിലേക്ക് നീ തിരിച്ചു പോകണം. അതിൻ്റെ ആശയങ്ങളെ നീ സ്വായത്തമാക്കണം. ആ മാർഗേണ നീ സഞ്ചരിക്കണം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്ന മാർഗത്തിലൂടെ നീ മുന്നോട്ട് ഗമിക്കണം. ഉത്തരേന്ത്യയിലെ വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് ബദായൂൻ. ബദായൂൻ പട്ടണത്തിലെ 2 പെൺകുട്ടികൾ വെളിക്കിരിക്കാൻ പോയി. വെളിക്കിരിക്കുക എന്ന വാക്ക് മലയാള ഭാഷയിൽ ഇന്ന് ഇല്ലാതെയായിട്ടുണ്ടെങ്കിൽ അത് കേരളീയ സമൂഹത്തിൻ്റെ സാമ്പത്തിക പുരോഗതി കൊണ്ടാണ്. ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളിൽ 61% വീട്ടിൽ കക്കൂസില്ല. ഇന്ത്യയിലെ പാവം ജനങ്ങളിൽ 61% വീട്ടിൽ ശൗചമുറിയില്ല. അതുകൊണ്ട് ആ പാവപ്പെട്ട ജനങ്ങൾ രാത്രിയാകുന്നവരെ കാത്തിരിക്കും, പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും വരെ, അല്ലെങ്കിൽ അധികാലത്ത് വെളുപ്പാൻ കാലം വരെ കാത്തിരിക്കും ഒന്ന് മലമൂത്ര വിസർജനം ചെയ്യാൻ. അങ്ങനെ പോയ 2 പെൺകുട്ടികളെ കാണാനില്ലാതെയായി. കുടുംബം മുഴുവൻ അവരെ തെരഞ്ഞു നടന്ന്, മാതാപിതാക്കൾ ദുഃഖിച്ചിരുന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത്, പാവങ്ങളായ ഗ്രാമീണർ മുഴുവൻ വേദനയോടെ തെരഞ്ഞു നടക്കുമ്പോഴതാ ഒരു മാവിൻ്റെ കൊമ്പത്ത് 2 പെൺകുട്ടികളെയും തൂക്കിയിട്ടിരിക്കുകയാണ്. ബലാത്സംഗം ചെയ്ത് കൊന്ന ശേഷം 2 എണ്ണത്തിനെയും തൂക്കിയിട്ടിരിക്കുകയാണ്. പെണ്ണിൻ്റെ വില, പെണ്ണിൻ്റെ വില, പെണ്ണിൻ്റെ വില ഒരു നിമിഷത്തിൻ്റെ കാമത്തിൻ്റെ വില, പെണ്ണിൻ്റെ വില ഒരു നേരത്തെ ഇക്കിളിയുടെ വില, സ്ത്രീയുടെ വില, സ്ത്രീത്വത്തിൻ്റെ വില, ലോകത്തെ മുഴുവൻ നൊന്ത് പെറ്റ പാവപ്പെട്ട മാതൃത്വത്തിൻ്റെ വില, ഒരു പുരുഷനാകുന്ന കാമവെറിയൻ അവൻ നശിപ്പിക്കുന്ന സ്ത്രീത്വത്തിൻ്റെ വില. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയെ ആദരിക്കാൻ പഠിപ്പിച്ചു, സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു. ലോകത്തെ എല്ലാ സ്ത്രീയും മാതാവാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ചെറിയ പെൺകുട്ടി പോലും ഇന്നല്ലെങ്കിൽ നാളെ അവൾ മാതാവാകേണ്ടവളാണെന്നുള്ള വിശ്വാസം ആണുങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ മാത്രമേ പെൺകുട്ടികൾക്ക് പെരിന്തൽമണ്ണ അങ്ങാടിയിലും കോഴിക്കോട്ടും ബദായൂനിലും അലീഗഡിൽ വനിതാ ജഡ്ജിയാണ് ബലാത്സംഗം ചെയ്തിട്ട് റോട്ടിലിട്ടത്. വനിതാ ജഡ്ജിയെ എവിടെ എത്തി? കേസ് തീർപ്പ് കൽപ്പിക്കേണ്ട ന്യായാധിപ സ്ഥാനത്തിരിക്കണ ജഡ്ജി പക്ഷെ പെണ്ണായിപ്പോയി. പെണ്ണാണോ ഉപയോഗിക്കുക, വലിച്ചെറിയ. ഒരു ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസ് ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ ഇത്തിരി മര്യാദ ഉണ്ടാവും. അത് പൊട്ടാതെ ഒരു നല്ല സ്ഥലത്ത് പതുക്കെ സൗമ്യമായിട്ട് വെക്കും. ഉപയോഗിച്ചിട്ട് പെണ്ണിനെ കൊന്നിട്ട് മാവും കൊമ്പത്ത് തൂക്കിയിടുക എന്നുള്ളതാണ് പുതിയ ഏർപ്പാട്. ബദായൂനിൽ ഒരു മാവും കൊമ്പത്ത് തൂക്കിയ ശേഷം പിന്നെ പല മാവും കൊമ്പത്തും അത് തന്നെ കണ്ടു എന്നാണ്. നോമ്പ് നോൽക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞതിനോട് പറഞ്ഞു നോമ്പ് പറ്റോ, ഉപവാസം എടുത്തോ. ഉപവാസം. വികാരങ്ങളെ കടിഞ്ഞാണിടാൻ, ആണുങ്ങളെ വികാരവും പെണ്ണുങ്ങളെ വികാരവും ഒക്കെ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നല്ലേ ഇപ്പം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്.